ഒരിക്കൽ പാപാന്ധകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരെടുത്തു നിന്നും. ഒരിക്കൽ പാപാന്ധകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരെടുത്തു നിന്നും. ഉയർത്തിയിന്നോളം എന്നെ നിർത്തിയവൻ, ഉയർത്തിയിന്നോളം എന്നെ നിർത്തിയവൻ. ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ആമേൻ. എനിക്കെൻ്റെ പ്രത്യാശയോടെ ാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിൻ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇവിടെ ഞാൻ വെറുമൊരു പരദേശിപ്പോൾ, ഇവിടുത്തെ പാർപ്പിടാമോ വഴിയമ്പലം. ആമേ. ഇവിടെ ഞാൻ വെറുമൊരു പരദേശിപ്പോൾ, ഇവിടുത്തെ പാർപ്പിടാമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലോ, ആമേൻ, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലോ ഇണയാകും യേശുവോട് ചേർന്നാൽ മതി. ആമേൻ. ഇണയാകും യേശുവോട് ചേർന്നാൽ മതി. ഓ, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ആമേൻ. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രത്യാശയോടെ നമുക്ക് സ്തോത്രം പറയാം. കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം പറയാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഉയർത്തുവാൻ, നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ, അവൻ്റെ നാമത്തിന് ഒന്നുകൂടെ മഹത്വം കരേറ്റി അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമ്മളെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനും ആരാധിപ്പിക്കുവാനും ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും നമ്മളെ സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മഹത്വം ഒരുത്തനും വിട്ടുകൊടുത്തിട്ടില്ല, ഒരു വിഗ്രഹത്തിനും വിട്ടുകൊടുത്തിട്ടില്ല. സ്തോത്രം. അങ്ങനെയാണ് ഹേരോദാവിനെ ദൈവം അടിച്ചത്. സ്തോത്രം. അങ്ങനെയാണ് മൊർദെഖായിയെ ദൈവം അടിച്ചത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് പിശാചിനെ അടിച്ചത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം അടികൊള്ളാനല്ല വന്നത്, അനുഗ്രഹം പ്രാപിക്കാനാണ് വന്നത്. സ്തോത്രം. അങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആരംഭത്തിൽ തന്നെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനായി ദൈവം നമ്മളെ ഈ ആരംഭ രാത്രിയിൽ തന്നെ ദൈവം നമ്മളെ സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധിക്കാൻ ഒരു നാണവും വേണ്ട. ആമേൻ. ആരാധിക്കാൻ ഒരു മടിയും വേണ്ട. സ്തുതിക്കുവാൻ ഒരു ഹല്ലേലൂയ ഒരു ലജ്ജയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വീണ്ടെടുത്ത, നമ്മളെ ആമേ രക്ഷിച്ച, നമ്മളെ ആമേ അകൃത്യങ്ങളെ മോചിപ്പിച്ച, നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്ന, ഈ പട്ടണത്തിൽ നിർത്തിയ, ആമേ കരുതിയ, ആരുമില്ലാതിരുന്നിടത്ത്, ആരും കരുതാനില്ലെടുത്ത്, ആമേ കഴിഞ്ഞ രാത്രികളിൽ പ്രാർത്ഥന കേട്ട് നമ്മളെ നിർത്തിയ ദൈവത്തിന് ഇന്ന് രാത്രിയിൽ ആമേ ഹൃദയം തുറന്ന് കർത്താവിന് സ്തോത്രം പറയാം. ഈ ഹോളിന് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരാൽ കാവലിന്ന് രാത്രികാലമുണ്ട്. ഈ യോഗത്തിനെതിരായി, നമ്മുടെ വിടുതലിനെതിരായി, ഉപവാസ പ്രാർത്ഥനയ്ക്കെതിരായി, ഈ ദൈവസഭയ്ക്കെതിരായി ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത യേശു ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യയിൽ ഉള്ളതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം.
ആമേ, അന്യഭാഷ വരെ ലഭിച്ച ദൈവമക്കൾ, പ്രാർത്ഥന വരെ ലഭിച്ച ദൈവമക്കൾ, ആരാധന വരെ ലഭിച്ച ദൈവമക്കൾ, ഇന്ന് രാത്രികാലം ഒന്നും നോക്കണ്ട, വിട്ടുകൊടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, വിട്ടുകൊടുത്ത് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട്, ദൈവത്തിന്റെ വിടുതലെന്ന് രാത്രികാലം നമ്മുടെ ഉച്ച തൊട്ടുള്ളങ്കാല് വരെ ആമേൻ വ്യാപരിക്കാൻ പോകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ഇന്ന് രാത്രികാലം ഒരു വിടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിച്ചാട്ട്, നാളെയല്ല മറ്റന്നാളല്ല, ഇന്ന് രാത്രികാലം ദൈവം പ്രവർത്തിച്ചു തുടങ്ങാൻ പോകുകയാണ്. ആമേൻ. നമ്മുടെ മധ്യേ ദൈവകരം ആമേൻ ചലിച്ചു തുടങ്ങാൻ പോകുക. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിവേളയ്ക്കായി സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ വിശുദ്ധ പാതപിടത്തോടെ വളരെ പ്രത്യാശയോടെ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ്. പ്രത്യേകാൽ ഉപവാസ പ്രാർത്ഥന ഇപ്രകാരം ക്രമീകരിക്കുവാൻ ഈ ദൈവസഭയിലെ അവിടുത്തെ വിലയേറപ്പെട്ട ദാസനെയും കുടുംബത്തെയും വിലപ്പെട്ടതായ ദൈവമക്കളെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയാണെന്ന് രാത്രികാലം ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വളരെ പ്രത്യാശയോടെ ഞങ്ങളെ അയക്കണമേ. അങ്ങയുടെ ഉദ്ദേശം ഇന്ന് രാത്രികാലം നിറവേറട്ടെ. അങ്ങ് എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ഉപവാസ പ്രാർത്ഥനയിൽ നടക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇഷ്ടമല്ല, ഞങ്ങളുടെ ഹിതമല്ല, ഞങ്ങളുടെ ആഗ്രഹമല്ല, ഇങ്ങനെ ഇപ്രകാരം ഉപവാസ പ്രാർത്ഥന വെക്കുവാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്, പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ എന്ന് രാത്രിയിൽ ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. നിന്റെ ജനത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. നിന്റെ ജനം എങ്ങനെ ആകണം, എങ്ങനെ ആയിത്തീരണം, ഈ ദിവസങ്ങൾ ഇതിനകത്തൊരു വ്യത്യാസം ഉണ്ടാകണം, ഇതിനകത്തൊരു മാറ്റം ഉണ്ടാകണം. ഇങ്ങനെ ഇരിക്കുവാനല്ല, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുന്നേറേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് രാത്രികാലം കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി മുതൽ പ്രവർത്തിച്ച് തുടങ്ങേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഭംഗം വരല്ലേ, പ്രത്യാശയ്ക്കൊന്നും ഭംഗം വരല്ലേ, ആഗ്രഹത്തിനൊന്നും ഭംഗം വരാതെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇന്ന് രാത്രികാലം അനുഗ്രഹിച്ച് നടത്തേണ്ടതിനായി സ്തോത്രം. ഒരു വ്യക്തി പോലും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വലയത്തിന്റെ പുറത്തായിരിക്കാൻ ഇടയാകരുത്. ഇന്ന് രാത്രിയിൽ ദൈവം എല്ലാവരെയും നിയന്ത്രിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനതിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, അമ്മേ, നൽകപ്പെട്ട വചനം പറയുമ്പോൾ ഞങ്ങൾക്കൊരു അനുഗ്രഹമായി മാറണമേ. അടിയൻ്റെ നാവോടും മഹായോടും കൂടെ ഇരിക്കണമേ. കർത്താവേ, ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്, അനുഗ്രഹിച്ചാട്ടെ. കൃപ കൂടെ ഇരിക്കണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ പ്രത്യാശയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിവേളയ്ക്കായി സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ച വിലയേറിയ നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാലം ഇങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടെന്നുള്ള കാര്യം കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ദിവസങ്ങൾക്ക് മുമ്പേ എന്നെ പ്രത്യേകമായി വിളിച്ചറിയുകയും ഉപവാസ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ വഴക്ക് പറയരുത്, കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ മാത്രമേ എന്നെ അയക്കാവൂ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ മറ്റൊരാളെ ദൈവം അയക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ല. കർത്താവേ, എന്നെ വിളിച്ചു, ഞാൻ ചെല്ലുമ്പോൾ അനുഗ്രഹമായിരിക്കണം. അത് നല്ല കാര്യമാണ്, സ്തോത്രം. പക്ഷേ ഞാൻ എല്ലായിടത്തും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, സ്തോത്രം. ദൈവത്തോട് പറയാം, അവസാന ദിവസം വരെ അങ്ങക്ക് സമയമുണ്ട് മാറ്റാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രികാലം കൊണ്ടുവന്നത് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ മേലൊരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ മേലൊരു പ്ലാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേക ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസനെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ദൈവമക്കൾ, പ്രത്യേക ഗാനങ്ങൾ ആലപിച്ച നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെല്ലാം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈ ദിവസങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യവും സമയവുമാണ്. സ്തോത്രം. ഇതാരും വൃഥാവാക്കി കളയാതെ ആമേൻ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് ഇതിനകത്തൊരു വലിയ മാറ്റം വരുത്തുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനായി ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 26-ാം അധ്യായമാണ് നമ്മുടെ ചിന്തയുടെ. 26-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യം, 41. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 41. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു.
അനന്തരം അവൻ വന്നു. അവർ കണ്ണിന് ഭാരമേറുകയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് കർത്താവ് പറഞ്ഞു വിടുന്ന, പ്രാർത്ഥനയിൽ പറഞ്ഞു വിടുന്ന ഒരു വാക്യമാണ് ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധി വായിച്ചത്. മത്തായിയുടെ സുവിശേഷം 28 അധ്യായമുണ്ട്. 26 അധ്യായത്തിൻ്റെ 41 വാക്യമാണ് നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആ വാക്യത്തിനകത്ത് കർത്താവ് വന്ന് പറയുന്ന, തൻ്റെ ശിഷ്യന്മാരോട് വന്ന് പറയുന്ന ഒരു വാക്യമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ പ്രത്യേകമായി വായിച്ചത്. സ്തോത്രം. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്: പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നൊരു വാക്യമാണ്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത്, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ പ്രാർത്ഥന ഏൽപ്പിച്ചില്ല, താൻ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഞാനിവിടെ ഉറങ്ങാം, നിങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് എന്ത് ചെയ്തില്ല? പറഞ്ഞില്ല. ദീർഘമായ ഒരു സമയം കർത്താവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ടെത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമല്ലോ, കർത്താവിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന എവിടെ തുടങ്ങിയെന്ന് നമുക്കറിയാം. സ്തോത്രം. ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നേ 3-ാം അധ്യായത്തിൽ എന്താ? സ്നാനമേറ്റു, കർത്താവ് കരയ്ക്ക് കയറി പ്രാർത്ഥിച്ചു. ആമേ. ഉടനെ എന്ത് ചെയ്തു? സ്വർഗം തുറന്നു. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ച കർത്താവ്? എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചേ? പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പ്രാവെന്ന പോലെ പ്രൈസ് ദി ലോർഡ് ഇറങ്ങി വന്നു. അപ്പൊ അതിനർത്ഥം കർത്താവ് പ്രാർത്ഥിച്ച എന്തിനു വേണ്ടിയാ? പരിശുദ്ധാത്മാവിന് വേണ്ടിയാ, വേറൊന്നിനും വേണ്ടിയല്ല. സ്തോത്രം. അവിടെ പ്രാർത്ഥന തുടങ്ങുക കർത്താവിൻ്റെ, ഇല്ലയോ? അവിടെ തുടങ്ങിയ പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രാർത്ഥന അവസാനിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇവിടെ വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് ഗെത്സമന തോട്ടത്തിലേക്ക് വരിക തൻ്റെ ശിഷ്യന്മാരുമായി. പ്രൈസ് ദി ലോർഡ്. വന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ശിഷ്യന്മാരെല്ലാം എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. സ്തോത്രം. കർത്താവ് ആമേൻ 3 പ്രാവശ്യം മുമ്പോട്ട് പോയി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കർത്താവ് ഒന്ന് രണ്ട് പ്രാവശ്യം എന്ന് പറയുന്നുണ്ട്, ഒരു നേരമെങ്കിലും എൻ്റെ കൂടെ ഉണർന്നിരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയയില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടുത്തെ കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പോലെ അല്ല. ഈ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സ്തോത്രം. താൻ നാളെ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുവാനായി പോകുന്നതായ ഒരു പ്രാർത്ഥനയാണ്. സ്തോത്രം. ഇതുവരെ പ്രാർത്ഥിച്ചതുപോലെ അല്ല പ്രാർത്ഥിച്ചത്. സ്തോത്രം. അതിലും വ്യത്യസ്തമായ നിലയിലാണ് പ്രാർത്ഥിച്ചതെന്ന് മറ്റ് സുവിശേഷങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ആമേൻ. യേശുവിന്റെ ശരീരത്ത് നിന്ന് രക്തത്തുള്ളി ഒഴുകി അവിടെ ഗെത്സമന തോട്ടത്തിൽ രക്തം പോലെ വീണെന്ന് എഴുതിയിരിക്കുന്ന അത്രമാത്രം ആമേൻ. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയ്ക്ക് എന്ത് കൊടുത്തു? ആമേൻ. സ്ട്രെസ് കൊടുത്തുകൊണ്ട് കർത്താവ് അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. കാരണം ഒരു കാര്യം കൂടെ, നാളെ ഏറ്റെടുക്കാൻ പോകുന്ന, നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ശിഷ്യന്മാർക്കറിയത്തില്ല, കർത്താവിനറിയാം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഒരു പ്രതികൂലവും അവനെ തളർത്തുകയില്ല. പ്രാർത്ഥിക്കുന്നവനെ ഒരു തരത്തിൽ ക്ഷീണിപ്പിക്കാൻ പറ്റത്തില്ല. അവന്റെ ദൗത്യം എന്താണോ ആ ദൗത്യത്തിൽ ചെന്ന് എത്തിച്ചേരേണ്ടതിനായി അവന്റെ പ്രാർത്ഥന അത് കാരണമാക്കി മാറ്റുകയാണ്. രാത്രികാലം പ്രാർത്ഥിക്കുന്നവനെ തളർത്തുകയില്ല കേട്ടോ, പ്രാർത്ഥിക്കുന്നവനെ ക്ഷീണിപ്പിക്കുകയില്ല കേട്ടോ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നീ എത്തിച്ചേരേണ്ടതിനായി ഈ പ്രാർത്ഥന ഇന്ന് രാത്രികാലം ഒരു അനുഗ്രഹമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്കകത്തൊന്നുണ്ട് ഒരു വലിയ വിടുതലുണ്ട്. സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, പൗലോസിനെ മക്കദോനിയ വിളി ഉണ്ടായി. പൗലോസ് മക്കദോനിയിൽ ചെന്നു. പ്രാർത്ഥിക്കാൻ സ്ഥലം കണ്ടെത്തി ഇല്ലാതിരുന്നപ്പോൾ എവിടെ വന്നേ? ഒരു പുഴവക്കത്ത് വന്നു. പൗലോസും ശീലാസും എന്ത് ചെയ്തു? അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് സ്ഥലം ഒരു പ്രശ്നമല്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്ഥലം ഒരു പ്രശ്നമല്ല.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മനസ്സാണ് ഹല്ലേലൂയ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മളവിടെ അല്പസമയം കഴിഞ്ഞപ്പോൾ കാണുന്നുണ്ട്, കുറെ സഹോദരിമാർ ഒരുമിച്ച് വന്നു. അതിനകത്തുള്ള ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആരാ തുറന്ന? പൗലോസല തുറന്ന, ദൈവം തുറന്ന. സ്തോത്രം. എന്നാൽ പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സാരി കണ്ടു? ദൈവം കണ്ടു. സ്തോത്രം. ആമേൻ. ഇത് രാത്രികാലം നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഉപവസിക്കാൻ തയ്യാറായാൽ, ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറായാൽ, ചിലതിനെ ഒരുക്കി കൊണ്ടുവരുവാൻ ദൈവശക്തനാ. ചിലതിനെ ഒരുക്കി കൊണ്ടുവരുവാൻ ദൈവശക്തനാ. ചിലതിന്റെ ഹൃദയം തുറക്കാനും ദൈവശക്തനാ. ചില വാതിലുകൾ തുറക്കാൻ ദൈവശക്തനാ. അതുകൊണ്ട് ദിവസങ്ങളിൽ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥന വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇതൊരു മെനക്കേടാണെന്ന് പറയാതെ, ആഗ്രഹത്തോടെ വന്നാൽ ദൈവം നിന്റെ മനസ്സ് കാണുന്നുണ്ട് കേട്ടോ. ദൈവം നിന്റെ ഹൃദയം കാണുന്നുണ്ട്. ദൈവം നിന്റെ അവസ്ഥ കാണുന്നുണ്ട്. പുഴവക്കത്തല്ല, ഏത് സ്ഥലത്തിരുന്നാലും പ്രാർത്ഥിച്ചാലും നിന്റെ മനസ്സ് കാണുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി കാലമുണ്ട്. Praise the Lord. Hallelujah. Hallelujah. എന്നിട്ട് കർത്താവ് അവിടെ പറയാണ്, ശിഷ്യന്മാരെ വീണ്ടും ചെന്ന് ഉണർത്തിയിട്ട് പറയാണ്, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. എന്നിട്ട് അവിടെ പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. അവിടെ ഒരുപാട് വിഷയമുണ്ടെന്ന് നമുക്ക് പ്രസംഗിക്കാൻ. ഒരുപാട് വിഷയം. പ്രാർത്ഥനയുണ്ട്, ഉറക്കമുണ്ട്, ഉണർവുണ്ട്, പരീക്ഷയുണ്ട്. ഏത് വിഷയം എടുത്തും നമുക്ക് എന്ത് ചെയ്യാം? പ്രസംഗിക്കാം. പക്ഷെ കർത്താവ് പറഞ്ഞ 2 വാക്ക് ഇന്ന് രാത്രിക്കാലം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ? ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ. കർത്താവ് എന്തുകൊണ്ടാ ശിഷ്യന്മാര് ഉറങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചേ? ആത്മാവ് ഒരുക്കമുള്ളതുകൊണ്ട്. ഒരുക്കമുള്ളവന്റെ സഭ ചത്ത സഭയല്ല, അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ഒരുക്കമുള്ള വ്യക്തി ചത്ത വ്യക്തിയല്ല, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. സ്തോത്രം. ഒരുക്കമുള്ള ഭവനം ചത്ത ഭവനമല്ല, ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ട ഭവനമാ. സ്തോത്രം. ഹല്ലേലൂയ. ആത്മാവ് എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന സഭ ഉറക്കത്തിലാണ്. ആത്മാവ് എവിടെയാണോ ഉറങ്ങിക്കിടക്കുന്ന വ്യക്തി ഉറക്കത്തിൽ, ആത്മീയ ഉറക്കത്തില്. ആത്മാവ് എവിടെയാണോ ഒരുക്കമില്ലാത്തത്, ആ ഭവനം ആത്മീയമായി തകർന്നു കിടക്കുകയാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവ് ഇന്ന് രാത്രി കാലം പറയുക, നിന്റെ ആത്മാവ് ഒരുക്കപ്പെടട്ടെ, ജഡം ബലഹീനമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ മാറേണ്ടത് എന്താ? ജഡം ബലഹീനമായി മാറണം. ആത്മാവ് എന്ത് ചെയ്യണം? ഇന്ന് ആത്മീയ കോളം നോക്കിക്കേ. ജഡം ആത്മാവിന്റെ ഒരുക്കം. ആത്മാവ് എവിടാ? ഇന്ന് രാത്രിയിലെ എൻ്റെ ദൂത് ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവസഭയോട് പറയാം. നിങ്ങൾ അങ്ങനെ അല്ലെങ്കിലും പൊതുവായിട്ട് ഞാനൊന്ന് പറയട്ടെ. എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം ഇതാണ്: ആത്മാവിൽ ഒരുക്കപ്പെടുക, അല്ലെങ്കിൽ പുതുക്കപ്പെടുക, അല്ലെങ്കിൽ പുതുക്കപ്പെടാനായിട്ട് മടങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മടങ്ങി വന്നാൽ ദൈവം ഒന്ന് പുതുക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഇന്നത്തെ സകല യോഗങ്ങൾ, എല്ലായിടവും യോഗമുണ്ട്, എല്ലായിടവും ഉപവാസ പ്രാർത്ഥനയുണ്ട്. ആ യോഗത്തിലെല്ലാം 99 വിഷയം ജഡത്തിൻ്റെതല്ലേ? ഇല്ലയോ? ഹല്ലേലൂയ. എനിക്കൊന്ന് അനുഗ്രഹിക്കപ്പെടണം, എനിക്കൊരു എല്ലാം നല്ല കാര്യമാണ്. വീട് വാങ്ങിക്കണം, കുഞ്ഞുങ്ങളെ കെട്ടിക്കണം, പിള്ളേർ അനുഗ്രഹിക്കപ്പെടണം, എല്ലാം നല്ലതാ, എല്ലാം നല്ലതാ. സ്തോത്രം. അതല്ലേ വരുന്നേ? അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ അന്യഭാഷയ്ക്കൊരു മാറ്റം വരണം,
എൻ്റെ ആരാധനയ്ക്കൊരു മാറ്റം വരണം. എൻ്റെ ഹല്ലേലൂയ ആത്മീയ അന്തരീക്ഷത്തിനൊരു മാറ്റം വരണം. ഇന്നലെ നിന്നതുപോലെയല്ല ഞാൻ ഈ ദിവസങ്ങളാകേണ്ടത്. ഇന്നലെ ആരാധിച്ചതുപോലെയല്ല, ഇന്നലെ പ്രാർത്ഥിച്ചതുപോലെയല്ല, ഇന്നലെ സ്തുതിച്ചതുപോലെയല്ല, ഇന്നലെ ഉപവസിച്ചതുപോലെയല്ല. ആമേൻ. ഈ 2026 അവസാനത്തിൽ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഞാൻ ഇവിടെ ഉറങ്ങിയിരിക്കാനല്ല, എന്റെ ജഡം പൊങ്ങാനല്ല, ഞാൻ ആത്മീയമായി ഒന്ന് ഉണർത്തപ്പെടണം. എനിക്ക് ഇന്നലെ പ്രാർത്ഥിച്ചതുപോലെ അല്ല, എന്റെ പ്രാർത്ഥനയ്ക്കൊരു മാറ്റം വരണം, എന്റെ ആത്മീയ ഭാഷയ്ക്കൊരു മാറ്റം വരണം. ദൈവം ആഗ്രഹിക്കുന്നത് ജനം വളരാനല്ല, ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിൽ ഒരുക്കപ്പെടാനാ. ആമേ. ദൈവം നോക്കുന്നത് ജഡത്തെയല്ല, ദൈവം നോക്കുന്നത് ആത്മാവ് ഒരുക്കമാണോന്നാ. രാത്രികാലം ഒരു തീരുമാനത്തിന്റെ ആരംഭത്തിലേക്ക് വരട്ടെ. എന്നെ ഈ ദിവസങ്ങളിൽ ആമേൻ ആത്മാവിൽ ഒന്നൊരുക്കണമേ. ജഡത്തിന്റെ ഏതെങ്കിലും ഭാഗം പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് അടിച്ചുതാക്കണമേ. ആത്മാവിൽ എന്നെ ഒന്നൊരുക്കണമേ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, 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 hallelujah. Praise the Lord. ദൈവം ആഗ്രഹിക്കുന്നതാണ്. സ്തോത്രം. Hallelujah. ആത്മാവിൽ ഒന്നൊരുക്കപ്പെടണം. Praise the Lord. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ ആത്മാവിൽ ഒരുക്കപ്പെടാൻ എന്ത് ചെയ്യണം? ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. ആത്മാവിൽ ഒരുക്കപ്പെടണമെങ്കിൽ, ആത്മാവ് ഒരുക്കപ്പെടണമെങ്കിൽ ജഡത്തിൻ്റെ ചിന്ത വിടണം. സ്തോത്രം. ശരീരത്തിൻ്റെ ചിന്ത എന്ത് ചെയ്യണം? വിടണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിൻ്റെ ചിന്ത ഇന്ന് രാത്രികാലം വിടാൻ തയ്യാറാണെങ്കിൽ, ജഡത്തിൻ്റെ ചിന്ത ഇന്ന് രാത്രികാലം വിടാൻ തയ്യാറാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 25 വാക്യം വായിച്ചാട്ടെ. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 25 ഒന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ശരീരത്തിനുള്ളത് വിചാരപ്പെടരുത്. ജഡത്തിനുള്ളതിനെ കുറിച്ച് ചിന്തിക്കരുത്. ദൈവമക്കളെ, ആദ്യം അങ്ങനെ വിചാരപ്പെടണമെങ്കിൽ, ചിന്തിക്കണമെങ്കിൽ വേദപുസ്തകത്തിൽ ഒന്നാമത് ചിന്തിക്കേണ്ടത് ഏലിയാവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താ? ആകാശം അടയ്ക്കാൻ പോവുക, ഭൂമിയിൽ മഴ നിൽക്കാൻ പോകുക, ആഹാബിനോട് ദൂത് പറയാൻ പോകുക. അതിനു മുമ്പ് താൻ ചിന്തിച്ചില്ല. എന്നാ പിന്നെ 10 കരിയൊക്കെ എടുത്തകത്ത് വെച്ചിട്ട് പോയി ദൂത് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് വേണ്ടി നമ്മൾ വഴിയൊരുക്കരുത്. ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമുക്ക് വേണ്ടി വഴിയൊരുക്കാൻ നിൽക്കരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വിളിച്ച ദൈവം വലിയവനാണ്. അവൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കും. നമുക്ക് വേണ്ടി നമ്മൾ സ്വയമായി വഴിയൊരുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ചെയ്യേണ്ടത്, യോശുവയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം ഇതിനോട് ചേർന്നൊന്ന് വായിക്കുമ്പോൾ, 3-ാം അധ്യായം 2-3 വാക്യം അതിനോട് ചേർന്നൊന്ന് വായിച്ചാട്ടെ. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന ജനത്തോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനുമിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കും. നിങ്ങൾ ഈ പെട്ടകത്തിന് മുന്നേ പോണം, പക്ഷെ പെട്ടകത്തോട് അടുക്കരുത്. പക്ഷെ എന്ത് ചെയ്യണം?
ഇതിൻ്റെ പുറേനങ്ങ് പോകണം. ഇങ്ങനെ പോയാൽ നിങ്ങൾ ചെല്ലേണ്ട വഴി അറിയുമെന്നല്ലേ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതല്ല, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ നേരത്തെ പോയിട്ടുള്ളതാ, ഞങ്ങൾ അങ്ങ് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ പിന്നാലെ പോയാൽ വഴി അടയുമെന്നല്ല, വഴി അറിയുമെന്നാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആമേൻ, നമ്മൾ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ അനുഗ്രഹത്തോടെ മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുക, എല്ലാത്തിനും ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് ചേർന്ന് പോകുക. അന്നേരമാണെങ്കിൽ വഴി അടയല്ല, വഴി ദൈവം എന്ത് ചെയ്യുക? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഇതിന്റെ പിന്നാലെ അങ്ങ് പോയിക്കോണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിലും ആശ്രയം വെക്കാതെ, വേറെ ഒരു സ്ഥലത്തും ആശ്രയം വെക്കാതെ ദൈവത്തിന്റെ പിന്നാലെ ആശ്രയിച്ച് നീ പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ വഴി നീ അറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് എന്ന് പറയാം. രാത്രികാലം പറയട്ടെ. ഹല്ലേലൂയ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇന്നത്തെ കാലത്ത് ഓരോരുത്തര് യേശുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമോ? ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരുന്നൊരു കർത്താവ്, ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുന്നൊരു കർത്താവ്, ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നൊരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഇതാ നമ്മൾ എന്ത് ചെയ്യുന്നത്? യേശുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പണ്ട് ദൈവദാസന്മാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, കുമ്പനാട് മൊത്തം ബാങ്കാ. സ്തോത്രം. അല്ലെങ്കിൽ കള്ളിഷാപ്പില്ല, വേറെ ഒന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. സ്തോത്രം. അവിടെ കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പണ്ട് കുത്തിയിരുന്ന അമ്മച്ചിമാരൊക്കെ പ്രാർത്ഥിച്ച് ഒരെണ്ണത്തിനെ വിടണമെന്ന് പറഞ്ഞ് എല്ലാത്തിനെയും കൂടെ വിട്ടു. ഇപ്പോൾ ആരാണ്ട് പറയുന്നത് തിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എല്ലാം ഭൗതികത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മക്കളെ വിടണമേ, മക്കളെ പോകണമേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വിടണമേ, ഇങ്ങോട്ട് വിടണമേ, ഞങ്ങൾ ഒറ്റയ്ക്ക് ഉള്ളേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് രാത്രികാലം പറയട്ടെ, ഇതല്ല ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ എന്താക്കി മാറ്റണം? 91 സങ്കീർത്തനം നമ്മൾ പലപ്പോഴും വായിക്കുന്നതാ, അല്ലയോ? പലപ്പോഴും വായിക്കുന്ന സങ്കീർത്തനമാണ് 91, അല്ലയോ? പേടിയും പനിയൊക്കെ വരുമ്പോൾ നമ്മൾ വായിക്കും, 91 സങ്കീർത്തനം വായിക്കുന്നുണ്ട്. സ്തോത്രം. അവിടെ ഒരു വിശ്വാസിയെക്കുറിച്ച് 3 ലെവലിലാണ് പറയുന്നത്. ആമേൻ. ആ വിശ്വാസി എന്തായിത്തീരണമെന്ന് 3 ലെവൽ പറയുന്നുണ്ട്. 91 സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്, അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും. അവിടെ പറയുന്നത് യഹോവ എന്റെ സങ്കേതവും, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് എന്റെ സങ്കേതവും കോട്ടയും. ആ വാക്യം ആരാ പറയുന്നറിയാം? ഈ സങ്കീർത്തനം എഴുതുന്ന ആൾ തന്നെ, അല്ലെങ്കിൽ അതിൽ ആശ്രയിക്കുന്ന, അത് പറയുന്ന ആൾ തന്നെ പറയുന്നത്. സ്തോത്രം. എന്താ? അത്യുന്നതന്റെ മറവിൽ. നിങ്ങൾക്ക് ഞാൻ ഉദാഹരണം പറയാം, ഈ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലിപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ ചുറ്റും വന്നപ്പോഴും മഴ പെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സ്തോത്രം. നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്യുമ്പോൾ നമ്മൾ വെളിയിലാണെങ്കിൽ, കുടയൊന്നും എടുത്തിട്ടില്ലെങ്കിൽ, ഏതെങ്കിലും ജംഗ്ഷനായിരിക്കട്ടെ, ആ മഴ പെയ്യുമ്പോൾ അവിടെ നിന്ന് മഴ കൊള്ളുമോ? ഇല്ല. നനയോ? ഇല്ല. എന്ത് ചെയ്യും? ഓടിപ്പോയി നമ്മളൊരു ബസ് സ്റ്റോപ്പിനകത്ത് എന്ത് ചെയ്യും? കയറിയിരിക്കും, അല്ലേ? ബസ് സ്റ്റോപ്പിനകത്ത് കയറിയിരിക്കും. എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞ് മഴ തോരും, വീണ്ടും അവിടെ ഇരിക്കും. പിന്നെന്ത് ചെയ്യും? അവിടുന്ന് ഇറങ്ങി പോകും, ഇല്ലയോ? എന്ന് പറഞ്ഞാൽ മഴ പെയ്തപ്പോൾ മഴ നനയാതിരിക്കാൻ, കയറിയിരിക്കാൻ ഒരു മറവ്. ഇതാണ് ഇന്ന് പെന്തക്കോസ്തുകാർക്ക് കർത്താവ്. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഒന്നും വരാതിരിക്കാൻ ഒരു മറവ്, ഒരു രോഗം വരാതിരിക്കാൻ ഒരു മറവ്, ഒരു ഭാരവും വരാതിരിക്കാൻ ഒരു മറവ്, ഒരു പ്രയാസവും വരാതിരിക്കാൻ ഒരു. ചിലർ പറയുന്നിട്ട്, ചില കഴിഞ്ഞ ദിവസം ദേവാസം പറയുന്നിട്ട്, ഇന്ന് യേശുവിനെ വിളിക്കുന്നത് പിശാചുള്ളത് കൊണ്ടാണ്.
എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ടാന്ന്. എന്താ പറയോ, പിശാചൊന്നും ചെയ്യാതിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആമേ. പേടിച്ചിട്ടാ പലരും കർത്താവിനെ എന്ത് ചെയ്യുന്നേ, വിളിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ നിലയിൽ നമ്മുടെ കർത്താവിനെ ദൈവമക്കളാക്കി വെച്ചിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കയറിയിരിക്കാൻ ഒരു മറവ്. മഴ തീരുമ്പോൾ എന്ത് ചെയ്യും, ഇറങ്ങിപ്പോകും. ആവശ്യം വരുമ്പോൾ കെട്ടിപ്പിടിക്കും. ആവശ്യം കഴിയുമ്പോൾ എന്ത് ചെയ്യും, കർത്താവിനെ ഉപേക്ഷിക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ, അടുത്ത 9-ാം വാക്യം വായിക്കുമ്പോൾ എന്താ മക്കളെ പറയുന്നത് എന്ന് വായിച്ചാട്ടെ. സങ്കേതമാകണം. ആമേ. കർത്താവ് എന്താകണം, നമ്മുടെ സങ്കേതമാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അടുത്തത് കർത്താവിന്റെ ആരാ, വാസസ്ഥലമാകണമെന്ന. ഞാൻ കഴിഞ്ഞ ഒരു 3 ആഴ്ചക്ക് മുമ്പ് പ്രാർത്ഥനയ്ക്ക് പോയി. ഒരു TPMകാരുടെ വീട്ടിലാണ്. ഇവിടെ TPM ഉണ്ടോ? ഇല്ല, കാര്യമായി. ഒരു TPMകാരുടെ വീട്ടിലാണ്. വേറൊരു അമ്മാമ്മ എനിക്ക് പരിചയമുണ്ട്. അവർ പറഞ്ഞു വിട്ടതാ. അമ്മ പറഞ്ഞത്, പാസ്റ്ററെ, നമ്മുടെ ഒരു കൊച്ചുണ്ട്, അവൾക്ക് പേടിയായി. അവൾ താമസിക്കുന്ന വീടിൻ്റെ മേളത്തെ നിലയിൽ താഴോട്ടങ്ങ് വീണു. പേടിച്ചു വീണു. താഴെ വന്നപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ കൈ അങ്ങ് ഒടിഞ്ഞു. കല്യാണം കഴിച്ച് വന്നിട്ട് 3 മാസമായുള്ളൂ. സ്വന്തം വീടാ. വീടിൻ്റെ മുകളിൽ അവർ താമസിക്കുന്നേ. വീടിൻ്റെ മുകളിൽ എന്ത് ചെയ്തു, എന്തോ പേടിച്ചു, ഉരുണ്ട് വീണ്. അതിന് വീണ്ടും പേടിയായിട്ടിരിക്കുക, കൈയെല്ലാം കെട്ടി വെച്ചിരിക്കുക. ഇപ്പം എന്നെ പരിചയമുള്ളൊരു അമ്മാമയുണ്ട്. അവർ പറഞ്ഞു, പാസ്റ്ററെ നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്താ പ്രാർത്ഥിക്കാം. ഞാനവിടെ ചെന്നു. അവിടെ അച്ചായനുമുണ്ട്, അമ്മാമയുണ്ട്, മരുമോളും ഉണ്ട്. അപ്പോൾ അച്ചായൻ പറഞ്ഞത്, പാസ്റ്ററെ ഇവളെന്തോ പേടിച്ചു. പാസ്റ്റർക്കറിയാലോ, ഞങ്ങൾ TPMമാരാ. ഞാൻ പറഞ്ഞു, അറിയാച്ചാ, അതിനെന്താ കുഴപ്പം. ഇവളെന്തോ പേടിച്ചെന്നാ പറയാം, ഞങ്ങളിതുവരെ പേടിച്ചിട്ടില്ലെന്ന്. അപ്പം ഈ കൊച്ചിൻ TPMമാ. അപ്പം ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. അവർ വീടിന് താഴെ പായൊക്കെ വിരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവാപ്പ എന്നോട് പറഞ്ഞു, ഇവിടെ അല്ല പ്രശ്നം, മേളിലാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എവിടെ നിന്നാ വീണേ? അത് മേളിൽ നിന്ന്. നമുക്ക് ആ റൂമിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ റൂമിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവാത്മാവ് എന്നെ വെളിപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ, അച്ഛാ, ഇവിടെ ദൈവഹിതമല്ലാത്തതെന്തോ ഇരിപ്പുണ്ട്. അവർ TPMമാരില്ലേ, പുള്ളിയുടെ കണ്ണങ്കതില്ല. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല പാസ്റ്ററെ. ഞങ്ങളങ്ങനെ വെക്കാറുമില്ല, ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നുമില്ല, ഞങ്ങളങ്ങനെ ചെയ്യാറുമില്ല. ഞാൻ പറഞ്ഞ എന്തോ ഈ റൂമിനകത്തുണ്ട്, അതെനിക്കറിയത്തില്ല. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട്, എനിക്ക് തോന്നിയതുപോലെ വല്ലതും പറഞ്ഞാണോ? സ്തോത്രം. അച്ഛൻ വീണ്ടും പറയുകയാണ്, പുള്ളി അങ്ങ് സ്റ്റേണായിട്ട് നിൽക്കുകയാണ്. ഞാൻ അങ്ങനൊന്നും ഇല്ലെന്ന്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ മരുമോടെ വാ തുറന്നു. മരുമോൾ പറഞ്ഞു, പാസ്റ്റർ ഒരു സാധനം ഇവിടെ ഇരിപ്പുണ്ട്. അന്നേരം ഞാൻ ചോദിച്ചു, എന്തോ മോളെ? അന്നേരം ഞങ്ങൾ പെട്ടെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞ്, അത് ഇനി പുറത്ത് കൊണ്ടുവന്നാലേ നമുക്ക് പ്രാർത്ഥിച്ചതിനൊരു വിടുതൽ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ആ റൂമിലുള്ള അലമാരി തുറന്നൊരു കിഴിക്കെട്ടെടുത്തോണ്ട് വന്നു. ഒരു തുണിയുടെ കിഴി എടുത്തോണ്ട് വന്നു. കിഴി എടുത്തോണ്ട് വന്ന് തുറന്നപ്പോൾ അതിനകത്ത് പൂജ ചെയ്തൊരു 3-4 സാധനമുണ്ട്. പിന്നെ അരിപ്പൊടി പോലെ എന്തോ ഒരു ഇതുമുണ്ട്. അപ്പം ഇതെന്താന്ന് ചോദിച്ചപ്പോൾ 3 മാസത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ പുറത്ത് ഗിജറകൾ വന്ന് നൃത്തം ചെയ്ത് പാട്ട് പാടുന്ന അനുഭവമൊക്കെ ഉണ്ട്. അവരിവരുടെ വീട്ടിൽ വന്ന് പാട്ട് പാടി നൃത്തമൊക്കെ ചെയ്ത് കഴിഞ്ഞ് 10-25,000 രൂപയൊക്കെ വാങ്ങിച്ച് അവസാനം അവിടെ ഒരു പൂജയൊക്കെ നടത്തിയിട്ട് ഇവരുടെ കയ്യിലോട്ട് കൊടുത്തു. ഇത് ഇരിക്കട്ടെ, ഇത് അനുഗ്രഹമാണ്. ഇവരെന്ത് ചെയ്തു?
അത് വാങ്ങിച്ച് അകത്തോട്ട് വെച്ചു. സ്തോത്രം. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ആമേൻ. നമ്മുടെ ആത്മാവിൽ ഒരുക്കപ്പെടണമെങ്കിൽ, ആത്മാവിൽ ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ, ആത്മാവിൽ ബലപ്പെട്ട് നിൽക്കണമെങ്കിൽ, ദൈവഹിതമല്ലാത്തതൊക്കെ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി എടുത്തു മാറ്റണം. സ്തോത്രം. നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാ. സ്തോത്രം. ഹല്ലേലൂയ. അവരമ്മരമായി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഞാനത് പ്രാർത്ഥിച്ച വീട്ടിലൊരു വിടുതലായി എന്ന് രാത്രികാലം പറയാനാ ഞാൻ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പറയട്ടെ, യേശുവിനെ ആവശ്യം അറിയുന്ന ഒരാളായിട്ട് കാണരുത്. ആമേൻ. യേശു സർവശക്തനായ ദൈവമാ, നിന്റെ സകലത്തിനും മതിയായവനാ. യേശുവിനെ രണ്ടാം ഭാഗത്ത് വെക്കരുത്. ആമേ. അടവ് നമ്മൾ എടുക്കരുത് ആത്മീയ ജീവിതത്തിൽ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും നമ്മുടെ അകത്തളത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ എടുത്തൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്തൊരു വിടുതലുണ്ട്. സ്തോത്രം. വാ കൊണ്ടൊരു വാക്കെതിരായി പറഞ്ഞാൽ മതി. ഹൃദയത്തിൽ ഒരാളെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ആർക്കെതിരെ ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി. അത് നിന്റെ അനുഗ്രഹത്തിന് തടസ്സമാ. അത് പിശാച് അതിനകത്ത് കയറി അവകാശം പറയും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് എന്ത് ചെയ്തു? അതിനകത്ത് ഇങ്ങനെ വ്യാപരിച്ചു നിന്നു. സ്തോത്രം. അത് സാത്താന്റെ സാധനമല്ലേ? അവകാശം പറയും. സ്തോത്രം. അതിങ്ങനെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അതാണ് വീഴ്ചയ്ക്ക് എന്ത് ചെയ്തത്? കാരണമായി മാറിയത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പറയട്ടെ, ദൈവഹിതമല്ലാത്തതൊന്നും നമ്മുടെ വീട്ടിനകത്തിരിക്കരുത്. യഹോവ എന്റെ സങ്കേതമാണ്, അവൻ എന്റെ വാസസ്ഥലമാണ്, അവൻ എന്റെ വീടാണ്, അതിനകത്താണ് ഞാൻ കയറിയിരിക്കുന്നത്. യേശുവിനെ മറവായിട്ട് കാണരുത്. കർത്താവിനെ മറവായിട്ട് കാണരുത്. പ്രൈസ് ദി ലോർഡ്. രോഗം വരാത്ത, ക്ഷീണം വരാത്ത, അങ്ങനെ കൊണ്ടുവരാത്തൊരു വ്യക്തിയായി കാണരുത്. കർത്താവ് നിന്റെ സങ്കേതമാണ്. വീട്ടിൽ നിന്ന് ആരും ഇറങ്ങിപ്പോകത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതം വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ. നമ്മൾ ആത്മീയ അനുഭവം വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ആ നിലയിൽ നമ്മൾ മുമ്പോട്ട് പോയില്ല എങ്കിൽ നമുക്കെന്നും എങ്ങും ചെല്ലാനായിട്ട് ഒക്കുകയില്ല. നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല എന്നൊന്ന് രാത്രിയിൽ ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയുക. ഈ ഇടയ്ക്ക് ഞങ്ങളുടെ സഭയിൽ ഒരു പുതിയ ഫാമിലി വന്നു. അവരൊരു 25 സഭയിൽ പോയിട്ടാണ് വന്നത്. 26ാമത്തെ സഭ എൻ്റെ സഭയെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. വന്നതിൻ്റെ കാരണം ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരി പ്രൈവറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ആ സഹോദരിയുടെ കൂടാണ് ഈ സഹോദരി ഡ്യൂട്ടി ചെയ്യുന്നത്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ അവരെങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സഭയിൽ സഹോദരി പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ആരാധനയ്ക്ക് എങ്ങും പോകാതിരിക്കരുത്, നിങ്ങൾ ഞങ്ങളുടെ സഭയിൽ വാ, ആരാധിച്ചു പോ. അപ്പോൾ ഇവർ പല സഭകളെയും കുറ്റവും, ദൈവദാസന്മാരുടെ കുറ്റവും, അവരുടെ കുറ്റവും, വേറെ കുറ്റവും. അവരുടെ കുറ്റമാണോ ഒന്നും ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ സഭയിലെ സഹോദരി പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളെങ്ങും പോകാതിരിക്കരുത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരില്ലേ, സ്നാനപ്പെട്ടവരില്ലയോ, ദൈവസഭ വന്ന് ആരാധിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ സഭയിൽ വന്നു, സാക്ഷ്യം പറഞ്ഞു. അവർക്ക് 60 ലക്ഷം രൂപ കടം. എന്നിട്ട് കരയാൻ തുടങ്ങി. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ? 60 ലക്ഷം രൂപ. ഇന്നത്തെ പ്രാർത്ഥനയെല്ലാം അതാണല്ലോ. കടം മാറ്റത്തില്ലെന്നോ കടം തരത്തില്ലെന്നോ ഒന്നും ഞാൻ പറയില്ല. സ്തോത്രം.
എന്നിട്ട് ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ചയും കൂടെ നിങ്ങൾ വാ, നിങ്ങൾ സ്ഥിരമായിട്ട് ഒരിടത്ത് നിന്ന് പോ, ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ ആത്മീയമായി ദൈവത്തോട് അടുക്ക്, നിങ്ങൾ ആത്മീയമായി മുന്നോട്ട് പോ, എന്നിട്ട് ദൈവം നിങ്ങൾ എന്ത് ചെയ്യും, സഹായിക്കും എന്നൊക്കെ ഞാൻ അവരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി വിട്ടു. 2 ആഴ്ച നമ്മുടെ സഭയിൽ വന്നു. 2-ാമത്തെ ആഴ്ച പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന വെക്കണം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, കുഴപ്പമില്ല, പ്രാർത്ഥന വെക്കാം. പക്ഷെ ഞാൻ പ്രാർത്ഥന വെക്കുമ്പോൾ സഹോദരി മാത്രം പോരാ, സഹോദരനും വേണം. സഹോദരി മാത്രമേ വന്നുള്ളൂ. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. 60 ലക്ഷം രൂപ കടം, പുള്ളിക്കാർ പ്രൈവറ്റ് ഡ്യൂട്ടി ചെയ്യുന്നു, 30,000 രൂപ കിട്ടും. ഭർത്താവ് ഡ്രൈവറാണ്, കംസേ കം കുറഞ്ഞത് ഒരു 10-25,000 രൂപ പുള്ളിക്ക് കിട്ടും. 55,000 രൂപ ഒരു വീട്ടിൽ വരുന്നു. ഇവർ സ്വന്തം വീടില്ല, വാടകയ്ക്ക, കൊച്ചുങ്ങളെ പഠിപ്പിക്കാനില്ല. 60 ലക്ഷം രൂപ കടം. പുള്ളിക്കാരുടെ അപ്പൻ വിശ്വാസിയല്ല, പുള്ളിക്കാരൻ ഡ്രൈവറാണ് നാട്ടി. പുള്ളി കിട്ടുന്ന പൈസ വെള്ളം അടിക്കുക, വണ്ടി കൊണ്ട് എവിടെയെങ്കിലും ഇടിക്കുക, നന്നാക്കി കൊടുക്കുന്നത് മോള്. അതിനുവേണ്ടി പൈസ പുള്ളിക്കാരി എടുക്കുക. അപ്പോൾ ഒരിടത്തോട് ഉണ്ടാക്കുന്നു, ഒരിടത്തോട് എന്ത് ചെയ്യുന്നു, പോന്നു. കടവ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. പ്രശ്നത്തിലേക്ക് എന്ത് ചെയ്യുക, പോവുക. അപ്പം ഞങ്ങളവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞ് അവർ റൂമുകളൊക്കെ കൊണ്ട് കാണിച്ചു. 1-2-3 റൂമിൽ അവർ ഉണ്ട് വാടകയ്ക്ക് താമസിക്കുന്നത്. ദൈവമക്കളെ ശ്രദ്ധിക്കണം. ഒരു റൂമിനകത്തോട്ട് ചെന്നപ്പോൾ കണ്ടെന്നറിയാം, ആ റൂം നിറച്ച് ചെണ്ടയിരിക്കുന്നത്. ചെണ്ട അമ്പലത്തിൽ അടിക്കുന്നത്, ചെണ്ട. ഞാൻ ചോദിച്ചു, ആരാ അടിക്കുന്നത്? അത് ചേട്ടൻ ചെണ്ട അടിക്കാൻ പോവും. ഞാൻ പറഞ്ഞു, പുള്ളി രക്ഷിക്കപ്പെട്ട ആളല്ലേ, പുള്ളി സ്നാനപ്പെട്ട ആളല്ലേ, നിങ്ങൾ സ്നാനപ്പെട്ടതല്ലേ. അത് പാസ്റ്റർ, പുള്ളി പോവും ചെണ്ട അടിക്കാൻ, കൂട്ടുകാർ വന്ന് വിളിച്ചുകൊണ്ട് പോകും. അതിലുപരി ആ ലോകത്തുള്ള ചെണ്ട എല്ലാം കൂടെ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് പുള്ളിയാണ് നന്നാക്കുന്നതെന്ന്. എടാ, ഇവനെ ഇതെല്ലാം കൂടെ അകത്തിരിക്കുമ്പോൾ ഇവനെ എങ്ങനെ അനുഗ്രഹിക്കും? സാത്താൻ്റെ ഒരു കാര്യം അകത്തിരിക്കുക. ഇവൻ പോയി അമ്പലത്തിൽ അടിക്കുന്ന സാധനമാണ് ഇവിടെ ഇരിക്കുന്നേ, ഇവൻ്റെ വീട്ടിനകത്തിരിക്കുന്നേ. സ്തോത്രം. ആരാധന റിയലായിരിക്കണം, പ്രാർത്ഥന റിയലായിരിക്കണം, അന്യഭാഷ പറയുന്ന റിയലായിരിക്കണം. സ്തോത്രം. വിശ്വാസിയുടെ ശബ്ദമല്ല ആവശ്യം. ഹല്ലേലൂയ. വിശ്വാസിയുടെ ശക്തിയാണ് ദൈവത്തിന് ആവശ്യം. പെന്തക്കോസ്തിന്റെ ശബ്ദമേ ഉള്ളെന്ന പെന്തക്കോസ്തിന്റെ ശക്തി കുറഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ശബ്ദമല്ല നമുക്ക് ആവശ്യം കൂടുതൽ, പെന്തക്കോസ്തിന്റെ ശക്തിയാണ്, പെന്തക്കോസ്തിന്റെ അനുഭവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥമായി കർത്താവിന് വേണ്ടി നിൽക്കാമെങ്കിൽ ആമേൻ, ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഇട്ട് കറക്കത്തില്ല കേട്ടോ. എന്നാൽ രാത്രികാലം ചിലതിനെയൊക്കെ കറക്കുന്നതിന്റെ കാര്യം ഇതാ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ ആത്മീയമായി പുതുക്കം പ്രാപിക്കണം. ആത്മീയമായി ദിവസങ്ങൾ ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റിഗമന ഹന്ദര റിഗലബ ശന്ദര. പാടി പ്രാർത്ഥിച്ചു പോകുക മാത്രമല്ല, അകത്തെ മാറ്റമാണ് ദൈവം നോക്കുന്നേ. ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല, പേര് പെന്തക്കോസ്ത്. അകത്ത് സാത്താന്റെ സാധനം. എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്കൊരു മാറ്റം വേണം കേട്ടോ. ഹല്ലേലൂയ. ദൈവദാസന്മാരെ ഞങ്ങൾ കണ്ട് പലരും കറങ്ങുന്നത് കണ്ടുകൊണ്ട് പറയുക, പലരും ഈ കിടന്ന് കുഴയുന്നോണ്ട് പറയുക. പ്രൈസ് ദി ലോർഡ്. പലരും ഈ ദിവസങ്ങളിൽ കിടന്ന് ആമേ വേവലാതിപ്പെടുന്നത് കൊണ്ട് കാണുകയാ. ഒരു സ്വസ്ഥതയുമില്ല, ഒരു സമാധാനവുമില്ല. കാരണം എന്താ? പേരിന് വേണ്ടി മാത്രം പെന്തക്കോസ്ത്. നമ്മുടെ പടിഞ്ഞമത്തെ വാക്യത്തിൽ എബ്രഹീമിന്റെ സ്വഭാവം ചിലർക്ക് എന്താ അറിയാം? എന്തോ എബ്രഹീം മറിച്ചിടാത്ത ദോശ. ഒരു ഭാഗം വെന്തതും ഒരു ഭാഗം വേകാത്തതും. സഭയെ വരുമ്പോൾ വെന്ത ഭാഗം കാണിക്കും. പാസ്റ്റർ വെരി ഗുഡ്,
നല്ല സാക്ഷ്യം. വെന്തത് പാട്ട് പാടാൻ മുമ്പിലാ. മോനെ നിന്റെ കാര്യമല്ല കേട്ടോ. മുമ്പിലാ. പാസ്റ്ററിന് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? അവൻ ഭയങ്കര ആളാന്നാണ് പറയുന്നത്. പാസ്റ്റർ പുറത്തോട്ട് നോക്കണം, അവൻ്റെ മുഖം വേറുണ്ട്. വേവാത്ത സാധനം, വേവാത്തൊരു സാധനം അവൻ്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയ്ക്കെല്ലാം രണ്ട് മുഖമാണ്. സഭയിലൊരു മുഖം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് നാട്ടിൽ ചെന്നപ്പം കോന്നിയിലൊരു മീറ്റിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടൊരു തള്ള പ്രാർത്ഥിക്കാമെന്ന് കരഞ്ഞുകൊണ്ട്, അവൻ 8 വയസ്സേ ഉള്ളൂ. പ്രാർത്ഥിച്ചപ്പം പിശാചുവിൻ്റെ മേൽ ഇങ്ങനെ കറങ്ങി നിൽക്കുക ഇവനെ തകർക്കാൻ. പ്രാർത്ഥന ഞാൻ പറഞ്ഞു, എന്തോ അസ്വസ്ഥത, നിങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. പറഞ്ഞു, പാസ്റ്ററേ ഇവൻ കഴിഞ്ഞ ദിവസം എഴുതി വെച്ചു. അവൻ്റെ മൊബൈൽ ഞാനിഞ്ഞ് വാങ്ങിച്ചു ഒരു നിമിഷത്തേക്ക്. എന്നിട്ട് അവൻ എഴുതി വെച്ചു, എൻ്റെ അമ്മയുടെ കാരണത്താൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകും. 8 വയസ്സേ ഉള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പൈതലേ, നമുക്ക് 2 മുഖം വേണ്ട, ഒറ്റ മുഖം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപായം ഇന്ന് രാത്രികാലം നമ്മൾ എടുത്തു കളഞ്ഞ് ആത്മാവിലൊന്ന് ബലപ്പെട്ട് ഒരുങ്ങാൻ തയ്യാറാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മളെ എന്ത് ചെയ്യും? മാനിക്കുവാൻ ഇടയാകും. റോമാലേഖനം 8-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താ കാണുന്നേ? വായിച്ചാട്ടെ. റോമൻ ചാപ്റ്റർ 8 വേഴ്സ്. ജഡത്തിന്റെ ചിന്ത മരണം. അവിടെ കാണുന്നത് ശരീരത്തിന്റെ ചിന്തയോ മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. ജഡത്തിന്റെ ചിന്തയെ കൊണ്ട് നടന്നാൽ മരിക്കും. ഇന്നൊരു രാത്രികാലം, പ്രൈസ് ദി ലോർഡ്, ഒരു ആത്മീയമായ അനുഗ്രഹമാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ജഡത്തിന്റെ ചിന്ത വിട്ടിട്ട് ആത്മീയമായ ചിന്തയിലേക്ക് വരാൻ ദൈവാത്മാവ് പറയുക. അടുത്ത വാക്യം. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ എന്നുവരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ജഡത്തിന്റെ ചിന്തയുമായിട്ട് പോയാൽ നമ്മൾ അങ്ങ് മരിച്ചു പോകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് രാത്രികാലം ദൈവം പറയുന്നതെന്നറിയാമോ? ആത്മാവിന്റെ ചിന്തയോ എന്തുവാ അവിടെ? ആത്മാവിന്റെ ചിന്ത എന്തുവാ? ജീവനും സമാധാനവും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ജഡമായിട്ട് ബന്ധമുള്ളൂ, ആ വിഷയങ്ങളിലെ ബന്ധമുള്ളൂ. ആത്മാവുമായിട്ടൊരു ബന്ധവും കണക്ഷൻ ഇതുവരെ വന്നിട്ടില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ സമാധാനവും ധൈര്യവും ബലവുമില്ല എന്ന് പറയുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരനുണ്ട് കേട്ടോ, പുള്ളിയുടെ പേര് ലാലു എന്നാ. പുള്ളി രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പം ഒരു കാക്കി പാൻ്റ് എടുത്തിടും, എന്നിട്ടൊരു കാക്കി ഷൂസും ഇടും, സോക്സും എടുത്തിടും. എന്താണെന്നറിയോ? പോലീസ് പുള്ളിയെ പിടിക്കാതിരിക്കാൻ. പെന്തക്കോസുകാരന്. ഇന്ന് പല പെന്തക്കോസുകാരും വണ്ടിയിൽ പോലീസുകാർ സ്റ്റിക്കർ ഒട്ടിച്ച് നടക്കുന്നുണ്ട്. ഉപായമാണ്. എന്താ അറിയോ? നിങ്ങൾ സ്വോത്രം പറയത്തില്ലെന്ന് എനിക്കറിയാം. ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റണം ദൈവമക്കളെ. ഞാനായാലും എന്നെ ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല, കാരണം ഇച്ചിരി നീളമൊക്കെ ഉള്ളത് കൊണ്ട്. പോലീസുകാരെന്നെ വിചാരിക്കും ഇയാൾ പോലീസായിരിക്കുമെന്ന്.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉപായം ഒന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പത്രോസിന്റെ ലേഖനത്തിൽ എന്താ പറയുന്നത്? ആമേൻ. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തെ 1-2 വാക്യം എന്താ പറയുന്നത്? വായിച്ചാട്ടെ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും ദുഷ്ടതയും നമുക്കില്ല. എല്ലാ ചതിവും ഒന്നുമില്ല. വ്യാജഭാവവും അസൂയയും വ്യാജഭാവം, പ്രൈസ് ദി ലോർഡ്, വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച നീക്കേണ്ടത് നീക്കിക്കളഞ്ഞ് മാറ്റേണ്ടത് മാറ്റിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ എന്ത് ചെയ്യണം? രക്ഷയ്ക്കായി വളരണം. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവിൻ. വ്യാജഭാവം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഇപ്പൊ ഇതിനൊന്നും ഉണർവ് വരികയില്ല, അവസാനം വരത്തുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാരണം ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ആമയാന്തിലേക്ക് കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഉപായമൊക്കെ മാറ്റണം. 2 മുഖം മാറണം. പ്രൈസ് ദി ലോർഡ്. 2 സ്വഭാവം മാറണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നോക്കുന്ന അകത്തു മാറ്റമുണ്ടോന്നാ. സ്തോത്രം. ഹല്ലേലൂയ. പുറത്ത് സ്തോത്രവും ഹല്ലേലൂയയും പാട്ടും ഒക്കെ നമുക്ക് നല്ലതാ. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവം അകത്താണ് മാറ്റമുണ്ടോ നോക്കുന്നത്. അകത്തൊരു മാറ്റം വന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് പറയുന്നത് അതാണ്. നീ സ്തുതിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായി സ്തുതിക്ക്, ആരാധിക്കുന്ന ആത്മാർത്ഥമായി ആരാധിക്ക്. ആമേൻ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ ആത്മാർത്ഥമായി. പ്രൈസ് ദി ലോർഡ്. നിന്നെ കൈവിടത്തില്ല കേട്ടോ. അപ്പൻ കൈവിട്ടാലും അമ്മ കൈവിട്ടാലും സഹോദരിമാര് കൈവിട്ടാലും ആരും ഒന്നും തന്നില്ലേലും എന്നെ പോറ്റുന്നൊരു ദൈവമുണ്ട്, എന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്, എന്നെ കരുതുന്നൊരു ദൈവമുണ്ട്. സത്യത്തിന് വേണ്ടി നിന്നോണം. പ്രൈസ് ദി ലോർഡ്. ഉപായം കാട്ടരുത്. ആമേൻ. സഭയിൽ ആത്മാക്കൾ കൂടിയില്ലേലും കൂട്ടാൻ ദൈവശക്തനാ. സത്യത്തിന് വേണ്ടി നിന്നോണം. ദൈവമായിട്ട് ബന്ധപ്പെട്ട് നിന്നോണം. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. ഞാൻ പലപ്പോഴും യാക്കോബിന്റെ കാര്യം ഓർക്കുകയും ഈ യാക്കോബിനെ ദൈവം ആദ്യമായിട്ട് ദർശനത്തിൽ ഇടപെടുന്ന എവിടാ നമുക്കറിയാം, ഇല്ലയോ? 28-ാം അധ്യായത്തിൽ അല്ലേ? 28 നമ്മൾ വായിക്കുമ്പോൾ 28 വേഴ്സ് 13 13-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 28-ന്റെ അതിനുമീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തലയിലാനയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേര് വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിക്കുവാൻ ആഹാരവും ധരിക്കുവാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. യാക്കോബിന്റെ ദൈവം ആദ്യം ഇടപെടുന്നത് ദർശനത്തിൽ കൂടെ, നേരിട്ടല്ല. അതിനു മുമ്പ് അബ്രഹാമിന് ദൈവം നേരിട്ട് സംസാരിക്കുന്നുണ്ട്, നേരിട്ട് വരുന്നുണ്ട്. ഇസഹാക്കിന് വേണ്ടിയും നേരിട്ട് വരുന്നുണ്ട്.
പക്ഷെ യാക്കോബിൻ്റെ അടുക്കൽ വരുമ്പോൾ താൻ ആരുടെ ദൈവമാണെന്നാണ് പറയുന്നത്? ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും, യാക്കോബിൻ്റെ ദൈവമാണെന്ന് പറയുന്നില്ല. ശ്രദ്ധിക്കണം, യാക്കോബിൻ്റെ ദൈവമാണെന്ന് പറയുന്നില്ല. സ്തോത്രം, ആമേൻ. പറയാത്തതിനൊരു കാരണം കൂടെ ഉണ്ട്. സ്തോത്രം. അതിനു മുമ്പ് അബ്രഹാമിനെ നോക്കുമ്പോൾ അബ്രഹാം ദൈവം പറയുന്ന അനുസരിക്കുന്നുണ്ട്, ദൈവം പറയുന്നത് കേൾക്കുന്നുണ്ട്, ദൈവം പറഞ്ഞതുപോലെ നടക്കുന്നുണ്ട്. അതേ പടി ഇസഹാക്ക് അബ്രഹാമിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പ്രാർത്ഥന പഠിച്ചു, വിശ്വാസം പഠിച്ചു, എങ്ങനെ നടക്കേണ്ടതെന്ന് പഠിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ യാക്കോബിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഇസഹാക്കിൽ നിന്ന് യാക്കോബ് എന്ത് ചെയ്തില്ല? പഠിച്ചില്ല. വിശ്വാസം പഠിച്ചില്ല, പ്രാർത്ഥന പഠിച്ചില്ല, ദൈവം ആരാണെന്നുള്ള കാര്യം എന്ത് ചെയ്തില്ല? പഠിച്ചില്ല. സ്തോത്രം, ആമേൻ. ആ പഠിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ദൈവം ഇടപെടുന്നത്. ഇടപെട്ടിട്ട് പറയുന്നത്, ഞാൻ നിന്റെ അബ്രഹാമിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം എന്നാ. അത് നേരിട്ട് പറയല്ല, പിന്നെന്താ? ദർശനത്തിൽ കൂടെ ഇടപെടുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ടും പുള്ളി എന്ത് ചെയ്യുന്നില്ല? അനുസരിക്കാമെന്നോ അല്ലെങ്കിൽ ശബ്ദം കേൾക്കാമെന്നോ ആ നിലയിൽ പോകാമെന്നോ പറയുന്നില്ല. പക്ഷെ ഡിമാൻഡ് വെക്കുക. ഡിമാൻഡ് വെക്കുന്നത് അറിയാമോ? ഡിമാൻഡ് വെക്കുന്നത് മുഴുവനും എന്താണെന്നറിയാമോ? ഭൗതികമായ അനുഗ്രഹമാണ്, ശാരീരികമായ ആവശ്യമാണ്. ദൈവവചനം ഇവിടെ നമ്മൾ കാണുന്നതെന്നറിയാമോ? ആമേ, ദൈവിക അനുഗ്രഹത്തെ ഫോളോ ചെയ്യും. ആര്? അനുഗ്രഹം കൊടുക്കുന്ന ദൈവത്തെ അല്ല, പിന്നെന്താ? ആ ദൈവം കൊടുത്ത അനുഗ്രഹത്തെ എന്ത് ചെയ്യുന്നേ? നമ്മളെല്ലാം ഇന്ന് ഈ ദിവസങ്ങളിൽ ഈ ആത്മീയകോളം മുഴുവനും അതല്ലേ? ദൈവത്തെയാണോ ഫോളോ ചെയ്യുന്നത്, അതോ ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തെയാണോ ഫോളോ ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താ കാണുന്നതെന്ന് അറിയാമോ? ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തെയാണ് കാണുന്നത്. സ്തോത്രം, അതിനെ ഫോളോ ചെയ്യുക, ദൈവത്തെ അല്ല ഫോളോ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. ആ ദൈവശബ്ദം കേട്ടിട്ട് പോലും പറയുന്നില്ല, എനിക്ക് നിന്നെ ഒന്ന് കാണണം, എൻ്റെ വല്യപ്പൻ കണ്ടതുപോലെ, എൻ്റെ അപ്പൻ കണ്ടതുപോലെ എനിക്ക് നീയുമായിട്ടൊരു ബന്ധം വേണം എന്നാരും പറയുന്നില്ല. യാക്കോബ് പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിലെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഭൗതികമായ അനുഗ്രഹത്തിന്റെ ഫോളോ അല്ല വേണ്ടത്. പിന്നെന്താ? നിന്നെ വിളിച്ച ദൈവം ആരാണെന്ന് വ്യക്തമായി അറിഞ്ഞ് അവനെ ഒന്ന് ഫോളോ ചെയ്യുവാൻ ആഗ്രഹിക്കാമെങ്കിൽ ചില അനുഗ്രഹം നമുക്ക് വെച്ചിട്ടുണ്ടെന്ന് പറയാനാണ് ഞാൻ വരുന്നത്. സ്തോത്രം, 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 ഹല്ലേലൂയ. ആ അനുഗ്രഹങ്ങളൊക്കെ നഷ്ടമാകുമ്പോൾ പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, വിശ്വാസം പോയി, തളർന്നു പോയി, ക്ഷീണിച്ചു പോയ അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ 32-ാം അധ്യായത്തിലേക്ക് വന്നേ. 32 10-ാം വാക്യം വായിച്ചാട്ടെ. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. പറഞ്ഞോ കേട്ടോ? ഭൗതികമായ വിടുതൽ പറയുക, ഭൗതികമായ അനുഗ്രഹം പറയുക. എന്താ അതിനെ ഫോളോ ചെയ്തിട്ട് പറയാണ്, ഞാനൊരു വടിയോടുകൂടല്ലോ യോർദാൻ കടന്നത്, ഇപ്പോഴും ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഈ ഡൽഹി വന്നത് ഒരു ചെറിയ ജോലിക്കാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു, കല്യാണം കഴിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചു, കുഞ്ഞുങ്ങളുണ്ടായി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു ഭാവി ഉണ്ടാകണം. അത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ ഇവിടെ ആക്കിയിട്ട് നാട്ടിലേക്ക് പോകണം. അതിനല്ലേ നമ്മൾ വന്നേ? മിണ്ടുന്നില്ല. അങ്ങനെ വന്നതെങ്കിൽ നമ്മൾ നിരാശപ്പെടുമെന്ന് പറയാനാണ് ഞാൻ വരുന്നേ. Praise the Lord.
പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ഡൽഹി പട്ടണത്തിൽ എന്നെ കൊണ്ടുവന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് ഹല്ലേലൂയ ഇന്ന് രാത്രികാലം മനസ്സിലാക്കാമെങ്കിൽ നമ്മൾ ലജ്ജിക്കത്തില്ല, നമ്മൾ നിരാശപ്പെടത്തില്ല കേട്ടോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മളെ ചില മേഖലകൾ ഇടപെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ഇടപെട്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. നമ്മളെ വിളിച്ച ദൈവത്തെ ഫോളോ ചെയ്, നമ്മളെ കൊണ്ടുവന്ന ദൈവത്തെ ഫോളോ ചെയ്. അവൻ വിശ്വസ്തനായ ദൈവം. ആമേൻ. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ആമേൻ. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെസ് ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു മാറ്റത്തിന് വേണ്ടി സമർപ്പിച്ചാൽ ദൈവം നമ്മുടെ മേൽ ഒരു മാറ്റം വരുത്താൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, പക്ഷെ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളുകയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെയും ഭൗതിക കാര്യം അയാൾ ദൈവത്തോട് പറയുന്നു. അവിടെയും പറഞ്ഞത് ഭൗതികമാണ്, ഇവിടെയും പറഞ്ഞത് ഭൗതികമാണ്. പക്ഷെ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സഹോദരനെ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു. ഇവൻ്റെ അകത്തിരിക്കുന്ന ആഗ്രഹം എന്താണെന്ന് ദൈവം അറിഞ്ഞിട്ട് ഇവനെ ആ നിലയിൽ ഭൗതികമായ അനുഗ്രഹം കൊടുത്ത് നടത്തുക. പക്ഷെ ഭയം ദൈവം എടുത്തു മാറ്റിയില്ല. മാറ്റിയോ? ഇല്ല. എത്ര ഉണ്ടെങ്കിലും അകത്തൊരു ഭയമില്ലേ? എവിടെയോ ഒരു ശൂന്യതയില്ലേ? എവിടെയോ ഒരു സമാധാനക്കേടില്ലേ? എവിടെയോ ഒരു അസ്വസ്ഥതയില്ലേ? പ്രൈസ് ദി ലോർഡ്. അതെന്തിനെയാ ചിന്തിപ്പിക്കുന്നേ? ഇന്ന് രാത്രികാലം ഓർത്തോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനുള്ള ഒരു സൂചനയാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനൊരു ശൂന്യതയാണ്. ആമേ. ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാനുള്ള ഒരു ശൂന്യതയാണത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ദൈവമായിട്ടൊരു ബന്ധവുമില്ലാതെ ആ നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നിലയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇവന്റെ അകത്തെ ഭയം ദൈവം മാറ്റിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. തന്റെ സഹോദരനെ എന്ത് ചെയ്യുക? ഭയപ്പെടുകയാ. അവൻ ഞങ്ങളെ നശിപ്പിക്കും. അയാളെ നശിപ്പിക്കാൻ അക്കരെ നിൽക്കുക. ഇവൻ ഇക്കരെ കടന്നാൽ ഞാൻ എന്ത് ചെയ്യും? അവനെ തകർക്കുമെന്നും പറഞ്ഞ് ആര് നിൽക്കുക? ഏശാവ് നിൽക്കുക. സ്തോത്രം. ആമ. എല്ലാവരെയും വിട്ടിട്ട് ആമ രണ്ട് കൂട്ടമായി വിട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെ നശിപ്പിക്കാൻ തുടങ്ങിയാൽ മറ്റവർ കൂടി രക്ഷപ്പെടാൻ വേണ്ടിയാ. സ്തോത്രം. എന്നാൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ. എന്താ? 24-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആമേൻ. ഒരു പുരുഷൻ നോക്കിയേ. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാഗോളം അവനോട് മല്ലു പിടിച്ചു. അവനെ ജയിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കുകയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. വീണ്ടും അവിടെ പറയുന്നത് എന്താ അറിയാമോ? അപ്പോൾ ഈ 2 പ്രാവശ്യം ഈ പ്രാവശ്യം നേടിക്കൊണ്ട് വന്നതൊന്നും അനുഗ്രഹമല്ലേ? ഇയാൾ പ്രാർത്ഥിച്ചിട്ട് പറയാ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ. ദൈവവൈതലേ, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹമല്ല ദൈവത്തിന് ആവശ്യം. നിന്നെ ആവശ്യം. നിന്നെയാണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ആഗ്രഹിക്കുന്നു അതാ. ഹല്ലേലൂയ. പുറകോട്ട് പോകാനല്ല നീ. ആമേ. ദൈവത്തിന്റെ അടുത്തേക്ക് വരാനാ. ആമേ. ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ എന്താ നടക്കുന്നേ? നിന്റെ പേര് ഉഷസാഗോളം എന്ത് ചെയ്തു? മല്ല് പിടിച്ചു. നമ്മൾ പ്രാർത്ഥനയാണെന്നൊക്കെ പറയുന്നുണ്ട്. ദൈവമായിട്ട് എന്ത് ചെയ്തു? മല്ല് പിടിച്ചു. അതിന്റെ അർത്ഥം എന്താ?
ദർശനത്തിൽ കൂടെ ഇടപെട്ട ദൈവം നേരിട്ട് വന്നു. എപ്പോഴാ നേരിട്ട് വന്നതെന്നറിയാം? എപ്പോഴാ നേരിട്ട് വന്നേ? അതിനു മുമ്പ് പ്രാപിച്ചതൊക്കെ കളഞ്ഞു, എന്നിട്ട് താൻ ഒറ്റയ്ക്കായി. ഈ അവസ്ഥയാണ് ദൈവത്തിന് ആവശ്യം. ഈ അനുഭവമാണ് ദൈവത്തിന് ആവശ്യം. ഇന്ന് രാത്രികാലം ദൈവം അടുത്തു വരണമോ? ദൈവം അടുത്തു വരണമോ? ശാരീരികമായ ജഡത്തിന്റെ ചിന്തകളെ വിട്ടുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ദൈവമായിട്ട് അടുക്കുവാൻ ആഗ്രഹിച്ച് അടുത്തു വന്നാൽ ഹല്ലേലൂയ ദൈവം നിന്റെ അടുത്ത് വരികയാണ്. നിന്റെ പേരെന്താണെന്ന് ചോദിക്കാൻ ഒരു ഏറ്റുപറച്ചിൽ അവിടെ നടത്തുന്നുണ്ട്. ഇന്ന് രാത്രികാലം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഏറ്റുപറച്ചില്ല, ഒരു സമർപ്പണമോ, ഒരു പ്രാർത്ഥനയോ, ഒരു മല്ലുപിടുത്തമോ. ഹല്ലേലൂയ. അന്നേരം ദർശനത്തിൽ കൂടെ ഇടപെട്ട ദൈവം നിന്റെ അടുത്ത് വരാൻ പോകുക. ഉടറമന ഹദുനഗടക ശന്തര അധികാലവ ശൈദൽ ഖനബ അതുന റിമാനവലവ ശന്തര. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ അടുത്ത് വരിക ദൈവം രാത്രി. ദൈവസന്നിധി ഒരു ഏറ്റുപറച്ചില് യാക്കോബിന് ആവശ്യമായിരുന്നു. തൻ്റെ ഉപായം മുഴുവൻ എന്ത് ചെയ്തു? ഏറ്റു പറഞ്ഞു. ഞാൻ കുഴപ്പക്കാരനാണേ, ഞാൻ ഉപായി ആണേ, കുറവുണ്ടേ, അല്ലെങ്കിൽ അനിയനെ ചേട്ടനെ പറ്റിച്ചതാണേ, അപ്പനെ പറ്റിച്ചതാണേ, അമ്മയെ പറ്റിച്ചതാണേ, ദൈവസഭയെ പറ്റിച്ചതാണേ, ദൈവത്തെ പറ്റിച്ചതാണേ. പ്രൈസ് ദി ലോർഡ്. സാത്താൻ ഓരോന്നോരോന്നായി വിളിച്ചു പറയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം എവിടൊക്കെയാണ് വീഴ്ച വന്നതെന്നറിയാമോ? അവിടൊക്കെ യാക്കോബിൽ നിന്ന് പ്രാർത്ഥിച്ച് ഏറ്റുപറയുക. ഇന്ന് രാത്രിയിൽ ഉപവാസ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനായി നമുക്കൊരു ഏറ്റുപറച്ചിൽ ആവശ്യമാണ്. ഏറ്റുപറഞ്ഞാൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം നിന്നെ വാസ്തവമായി ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഇടപെട്ടതുപോലല്ല ഇന്ന് രാത്രിയിൽ ഇടപെടാൻ പോകുന്നത്. ഇന്നലെ സംസാരിച്ചതുപോലല്ല ദൈവം ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ ഇടപെട്ടതുപോലെ ദൈവം നിന്നോട് ആമേൻ ആമേൻ അടുത്തു വരാൻ പോകുന്നത്. രാത്രികാലം വിടേണ്ടതൊക്കെ ഒന്ന് വിട്ടുകഴിഞ്ഞാൽ ദൈവം നിന്റെ അടുത്ത് വരാൻ പോകുക. ദൈവം നിന്റെ അടുത്ത് വരാൻ പോകുക. ഇന്ന് രാത്രിയിൽ ആത്മാവിലൊന്ന് പുതുക്കപ്പെടണം, ആത്മാവിലൊന്ന് ശക്തിപ്പെടണം, ആത്മാവിലൊന്ന് ഒരുക്കപ്പെടണം. ഇന്ന് രാത്രിയിൽ തമ്പുരാൻ അതാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ഒരുക്കത്തിന്റെ മണ്ഡലത്തിലേക്ക് വരട്ടെ. ദൈവം അവസ്ഥകളെ മാറ്റാൻ പോകുക. ആമേൻ. ഇന്ന് രാത്രികാലം ഒരു ഏറ്റുപറച്ചിൽ നമ്മുടെ ഹൃദയം തുറക്കട്ടെ. കുറവുകളെ സമ്മതിക്കട്ടെ, പരാജയങ്ങളെ സമ്മതിക്കട്ടെ, പോരായ്മകളെ സമ്മതിക്കട്ടെ. ഒരു ഏറ്റുപറച്ചിൽ ആവശ്യമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം നിന്റെ അടുത്ത് വരാൻ പോകുക. നിന്റെ പ്രശ്നത്തിന്റെ അടുത്ത് വരാൻ പോകുക. നിന്റെ രോഗത്തിന്റെ അടുത്ത് വരാൻ പോകുക. നിന്റെ ഭാരത്തിന്റെ അടുത്ത് വരാൻ പോകുക. ഇന്നലെ വരെ നിന്നതുപോലല്ല ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഒറ്റ രാത്രി കൊണ്ട് യാക്കോബിന്റെ അവസ്ഥ ദൈവം മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി ഒറ്റ രാത്രി കൊണ്ട് നിന്റെ അവസ്ഥയെ തമ്പുരാൻ ഇന്ന് രാത്രികാലം മാറ്റാൻ പോകുക. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒരു വലിയ മാറ്റം വരാൻ പോകുക. ഒറ്റ രാത്രി കൊണ്ട് യാക്കോബിന്റെ ജീവിതത്തിൽ മാറ്റം വന്നതെങ്കിൽ ഇന്ന് രാത്രികാലത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി അവൻ ചലിക്കാൻ പോകുക. ദൈവം നിന്റെ അടുത്ത് വരാൻ പോകുക. ഇന്നലെ വരെ വന്നതുപോലെയല്ല, ഇന്നലെ വരെ നിന്നതുപോലെയല്ല, ഇന്നലെ വരെ ഇടപെട്ടതുപോലെയല്ല. ഇന്ന് രാത്രികാലം ആമേ. ഓ എന്റെ ദൈവം മതി, എന്റെ കർത്താവ് മതി. ഓ ബാക്കിയെല്ലാം രണ്ടാമത്, ബാക്കിയെല്ലാം സെക്കൻഡ്. ദൈവവൈതലേ, ഭൗതികം വളർന്നു എന്നല്ല ഇന്ന് രാത്രികാലം ചിന്തിക്കേണ്ടത്. ഭൗതികം എത്രമാത്രം ഉണ്ടെന്നല്ല, നിന്റെ ദൈവത്തോടു കൂടെ നീ ഉണ്ടോ?
ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമുക്ക് ദൈവമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാ. നിങ്ങൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം വായിച്ചേ. Exodus chapter 3 verse 6. ഓ സ്തോത്രം. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായി നിന്റെ പിതാവിന്റെ ദൈവം. മോശയോട് പറയുന്നത് എന്താ അറിയാം? പിന്നെ മോശയോട് ദൈവം പറയുന്നത് അറിയാം? ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം കൂടെ. സ്തോത്രം. പക്ഷെ അതിനുശേഷം പറയാൻ ആരെയും ദൈവത്തിന് കിട്ടിയില്ല. മോശയുടെ ദൈവം ഇതുവരെ പറഞ്ഞിട്ടില്ല. മോശേന്റെ ദാസനാന്ന് പറഞ്ഞിട്ടുണ്ട്, യോശുവേന്റെ ദാസനാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെ ആരെയും അതേപോലെ ദൈവത്തിന് കിട്ടിയിട്ടില്ല. എന്നാൽ എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആരുടെയാ? പുതിയ നിയമ ചില വിശ്വാസികളുടെ വിശ്വാസം കണ്ടിട്ട് ദൈവം പറയുക. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരാം. 11-ാം അധ്യായം 15-ാം വാക്യം വായിച്ചാട്ടെ. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിന് തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. കുറെ ഭൗതികമുള്ളവരുടെ ദൈവം നല്ല ഇവിടെ പറയുന്നേ. ഞാൻ അവരുടെ ദൈവമായി ഫോളോ ചെയ്യുമെന്നല്ല പറയുന്നേ. വിട്ടുപോന്നതിനെ എന്ത് ചെയ്തില്ല? ഓർത്തില്ല. വിട്ടുപോന്നതാണോ ദൈവത്തോട് ചേർന്ന് നിന്നോ അന്ത്യം വരെയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അവിടെ പറയാൻ പറയാ, ഞാൻ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യുന്നില്ല? ലജ്ജിക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് ദൈവം പറയും, ഞാൻ അവന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. പക്ഷെ ഒന്ന് ഓർത്തു നോക്കേ, ഹല്ലേലൂയ, നമ്മുടെ ദൈവം ലജ്ജിക്കത്തക്കവണ്ണം ഏതെല്ലാം നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാത്രികാലം കർത്താവ് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവോ ഒരുക്കപ്പെടണം, ജഡമോ ബലഹീനമാകണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കാമേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എഗസ്കേലിന്റെ പുസ്തകത്തിൽ പെട്ടെന്ന് വരാം. 36 വാ. 36-ാം അധ്യായം. 26 മുതൽ വായിച്ചാട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണമേ. എഗസ്കേൽ ചാപ്റ്റർ 36 വേഴ്സ് 26-27 വായിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെയും ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. മക്കളെ ശക്തിയോട് വായിക്കുക. ആരാ വായിക്കുന്നത്? ഇതുവരെ ശക്തി പ്രാപിച്ചിട്ടില്ല. ഇന്ന് ശക്തി പ്രാപിക്കണം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത. ശ്രദ്ധിക്കണമേ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യം പറയാൻ പോവാ. ഈ ദിവസങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ മക്കളെ കുറിച്ച് ആഗ്രഹിച്ചു. അതാ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം എന്ത് ചെയ്യും? തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പുതുക്കമുള്ളൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. എന്നിട്ട് ദൈവം പറയാണ്, കല്ലായുള്ള ഹൃദയം ഞാൻ എന്ത് ചെയ്യും? നീക്കും. എന്നിട്ട് മാംസളമായൊരു ഹൃദയം നിങ്ങൾക്ക് തരും. പഴയ നിയമ പ്രമാണം നമുക്കറിയാം, കല്ലിലാണ് കൊടുത്തത്.
അന്നത്തെ ജനത്തിൻ്റെ ഹൃദയം കല്ലായിരുന്നു, രണ്ടിലും മാറ്റമില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യുക, അവർ ദൈവത്തെ ആ നിലയിൽ കണ്ടില്ല, അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പക്ഷെ ദൈവം എന്താ ആഗ്രഹിക്കുന്ന അറിയാമോ? അതുകൊണ്ട് ഇവർ ചില അവസ്ഥകളിലൊക്കെ ആയി നിൽക്കുക. അത് ഞാൻ മുമ്പോട്ട് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നാൽ ദൈവം പറയുക, ഒരു മാറ്റം ദൈവം വരുത്താൻ ആഗ്രഹിക്കുക. എവിടാ? അകത്ത്. അകത്ത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? അകത്ത് ഞാൻ അവർക്ക് എന്ത് ചെയ്യും? ഒരു മാറ്റം വരുത്തും. പുറമേ ഉള്ളതൊക്കെ ഞാൻ അങ്ങ് നീക്കും. പ്രൈസ് ദി ലോർഡ്. അകത്തൊരു മാറ്റം വരുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കല്ലായുള്ള ഹൃദയം ഞാൻ നീക്കി, പ്രൈസ് ദി ലോർഡ്, മാംസളമായ ഹൃദയം ഞാൻ അവിടെ ഉള്ളിൽ ആക്കിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ചട്ടങ്ങളിൽ എന്ത് ചെയ്യും? ഞാൻ അവരെ നടത്തും. എന്നിട്ട് എന്താ ചെയ്യാൻ പോന്നേ? അടുത്തത് ഇങ്ങനെ ആയി കഴിയുമ്പോൾ അടുത്തത് വരാൻ പോകുന്നത് എന്തറിയാമോ? 33 വായിച്ചോട്ടെ. യഹോവ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും, ശൂന്യ സ്ഥലങ്ങളെ എന്ത് ചെയ്യും? പണിയും. ദൈവം പറയുന്നത്, നമുക്കകത്തു മാറ്റം വന്നാൽ ചില ശൂന്യതകളെ പണിയുവാൻ ദൈവശക്തനാണ്. സഭയ്ക്കകത്തൊരു മാറ്റം വന്നാൽ ശൂന്യത മാറ്റുവാൻ ദൈവശക്തനാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിനകത്ത് ഒരു മാറ്റം വന്നാൽ നമ്മളുടെ ശൂന്യത മാറ്റുവാൻ ദൈവശക്തനാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദേശത്തൊരു മാറ്റം വരുത്തുവാൻ ദൈവശക്തനാ. ഭവനത്തിനകത്തൊരു മാറ്റം വരുത്താൻ ശക്തനാ. നമ്മുടെ ഭാവിയിൽ ഒരു മാറ്റം വരുത്തുവാൻ ദൈവശക്തനാ. കാരണം എന്താണെന്നറിയാമോ? ആ ശൂന്യതയെ ഞാൻ പണിയുമെന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിക്കുന്നത്, ചില ശൂന്യതകളെ ദൈവം പണിയാൻ ആഗ്രഹിക്കുക. ആമേ. ചില പണികൾ ദൈവം നടത്താൻ ആഗ്രഹിക്കുക. എന്നാൽ ആ പണി ദൈവം നടത്തണമെങ്കിൽ അകത്ത് നമ്മളൊരു പണി നടത്തണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അകത്ത് നമ്മുടെ ആത്മാവിന് എന്ത് ചെയ്യണം? ഒരു മാറ്റം വരണം. സ്തോത്രം. എന്നിട്ട് ദൈവം പറയുക, എന്തുവാ? ഞാൻ അവിടെ ആൾക്കാരെ പാർപ്പിക്കും, ആമേ, ശൂന്യതകളെ പണിയും. വഴി പോകുന്ന എവിടെ കാഴ്ചക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് എന്ത് ചെയ്യും? കൃഷി നടക്കുമെന്ന. ഇന്നലെ വരെ നിന്നെ നോക്കി, സഭയെ നോക്കി, നമ്മളെ നോക്കി, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ അവസ്ഥയെ കണ്ടുകൊണ്ട് വിരൽ ചൂണ്ടയുടെ മുമ്പിൽ തമ്പുരാൻ മാനിക്കാൻ പോവാന്ന. സ്തോത്രം പറയാമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ പറയുന്നതല്ല, ദൈവം വ്യക്തമായിട്ട് പറയുക. അകത്തൊരൊരുക്കം വന്നാൽ, അകത്തൊരു പണി വന്നാൽ ദൈവം ചില ശൂന്യതകളെ മാറ്റുവാൻ ദൈവശക്തനാണെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദൈവം പറയുന്നത് അറിയാമോ? ഹല്ലേലൂയ. ആമേൻ. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായി ഞാൻ എന്ത് ചെയ്തു? പണിത് ശൂന്യപ്രദേശത്ത് നടുതല വെച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അറിയും. ദൈവം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അകത്തും പുറത്തും ഒരു മാറ്റം വരുത്തുവാൻ, പണി നടത്തുവാൻ, ശൂന്യത നീക്കുവാൻ ദൈവം ശക്തനാണ്. ഇന്നലെ വരെ നമ്മളെ നോക്കി ദുഷിച്ചവരുടെ മുമ്പിൽ, പഴിച്ചവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ചില പണി നടത്താൻ പോകുക. അത് നടത്തണമെങ്കിൽ നമ്മുടെ അകത്തൊരു മാറ്റം വരട്ടെ. ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് നമ്മൾ വരട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ദൈവം പറയും, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ചു, ഞാൻ ഒന്നുകൂടെ ചെയ്യും. ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും. ദൈവസഭയ്ക്കകത്തൊരു മാറ്റം വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു. നമ്മുടെ സഭയുടെ അവസ്ഥകളെ ദൈവം മാറ്റാൻ പോകുകയാണെന്ന്. ആമേൻ. ഞാൻ മാറിക്കഴിഞ്ഞാൽ ദൈവം വലിയ മാറ്റം കൊടുക്കാൻ പറയുക. മൊത്തത്തിൽ മാറാനല്ല ദൈവം, ഒരുമിച്ച് മാറാൻ ഒരുപക്ഷെ പറ്റത്തില്ല. എന്നാൽ രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, ഞാനൊന്ന് മാറാൻ ആഗ്രഹിക്കുക. ഞാൻ മാറിയാൽ എന്റെ സഭയ്ക്കൊരു മാറ്റം വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ഒരു നിമിഷം ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുക. എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്. രാത്രികാലം വിശ്വാസത്തോടെ എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുക.